കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ സുതാര്യമാണ് എന്നുണ്ടെങ്കിൽ EVM മെഷീനിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കപ്പുറത്ത് തെരഞ്ഞെടുപ്പ് സുതാര്യമാവുകയാണെങ്കിൽ CPM തിരിച്ചു വരും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഒരു പരാജയം കൊണ്ട് അവസാനിച്ചു പോകുന്നതല്ല ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ പി രാജീവ് തുടർന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ തട്ടിലുള്ള പ്രവർത്തകർ, ആ പ്രവർത്തകരിലൊക്കെ CPM പാർട്ടി പ്രവർത്തനത്തോട് കുറച്ചൊക്കെ നിസ്സംഗത കാണിച്ചു തുടങ്ങി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ ഈ നിസ്സംഗത ഉണ്ടായി എന്നുകൂടി CPMന്റെ നേതൃത്വം പരിശോധിക്കേണ്ടതുണ്ട്. കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? VD സതീശനോട് പറഞ്ഞ എന്താണ്? RSSനോട് കളിക്കാൻ നിൽക്കേണ്ട. വെസ്റ്റ് ബംഗാളിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ കണ്ടതല്ലേ? കേരളത്തിലും പിണറായി വിജയനും സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ കണ്ടതല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ആ ഒരു കോൺഫിഡൻസ് എന്താണ്? ഇവരുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, BJPയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ EVM മെഷീൻ തന്നെയാണ്. അതൊരു റിയാലിറ്റി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാതിരുന്നു കഴിഞ്ഞാൽ വലത് ഹാൻഡിലുകളിൽ അല്ലെങ്കിൽ UDFും NDAയും ഉയർത്താൻ പോകുന്ന ആരോപണം എന്താണ്? അധികാരത്തിലിരിക്കുന്ന സമയത്ത് മാത്രം ഇദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തയ്യാറാകുന്നില്ല, ഇദ്ദേഹം ഒരു ഭീരുവാണ് എന്ന നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെടത്തില്ലേ? നമസ്കാരം അശ്വതി. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം അത് പാളിയിരിക്കുകയാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ മന്ത്രി പി രാജീവ്. കൂടാതെ വെള്ളാപ്പള്ളിയോടുള്ള ഒരു നിലപാട് അത് പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നും മുൻമന്ത്രി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി തെറ്റുതിരുത്തി മുന്നോട്ട് വരുന്ന ഒരു സൂചനയായിട്ടാണോ നമ്മളിതിനെ കാണേണ്ടത്? അതായത് കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ സുതാര്യമാണ് എന്നുണ്ടെങ്കിൽ EVM മെഷീനിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കപ്പുറത്ത് തെരഞ്ഞെടുപ്പ് സുതാര്യമാവുകയാണെങ്കിൽ CPM തിരിച്ചു വരും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഒരു പരാജയം കൊണ്ട് അവസാനിച്ചു പോകുന്നതല്ല ഇടതുപക്ഷം എന്ന് പറയുന്നത്. അതൊരു ഇടതുപക്ഷം എന്ന് പറയുന്നത് അതൊരു ഒരു വികാരമാണത്. ആ ഇടതുപക്ഷ വികാരത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ഇടതുപക്ഷത്തെ വിമർശിച്ചേക്കാം. പാർട്ടിക്കകത്ത് തന്നെ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നേക്കാം. ഇന്നിപ്പോൾ നമ്മൾ പി രാജീവിൻ്റെ പ്രസ്താവന എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ഒരു ചോദ്യം, അതൊരു അഹങ്കാരത്തിൻ്റെ കൂടി സ്വരമായിരുന്നു. കാരണം മറ്റുള്ളവരുടെയൊക്കെ മനസ്സിലേക്ക് ഒരു പെട്ടെന്ന് തന്നെ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണോ ഇത് എന്നുള്ളത് രീതിയിലേക്ക് മാറിയത്. LDF വരും, എല്ലാം ശരിയാകും. അത് ആളുകളെ ഏറ്റവും കൂടുതലായിട്ട് ആകർഷിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ ക്യാപ്ഷനായിരുന്നു അത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിൽ കുറച്ചൊക്കെ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ചിട്ട് ആളുകൾ നോക്കുന്ന സമയത്ത് എന്താണ്, ഇത് ഇവരല്ലാതെ മറ്റാരും ഇല്ലേ എന്നൊരു ചോദ്യം വരും. അതുകൂടാതെ തന്നെ VD സതീശനെ പോലെയുള്ള വലിയൊരു പ്രതിച്ഛായ സൃഷ്ടി അല്ലെങ്കിൽ ഒരു ബിൽഡപ്പ്, ഒരു നരേറ്റീവ് ക്രിയേഷൻ മറുഭാഗത്ത് നടക്കുന്ന സമയത്താണ് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യവുമായിട്ട് പിണറായി വിജയൻ അവതരിപ്പിക്കുന്നത്. ഇത് കൂടാതെ തന്നെ പി രാജീവ് തുടർന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ തട്ടിലുള്ള പ്രവർത്തകർ, ആ പ്രവർത്തകരിലൊക്കെ CPM പാർട്ടി പ്രവർത്തനത്തോട് കുറച്ചൊക്കെ നിസ്സംഗത കാണിച്ചു തുടങ്ങി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ ഈ നിസ്സംഗത ഉണ്ടായി എന്നുകൂടി CPMന്റെ നേതൃത്വം പരിശോധിക്കേണ്ടതുണ്ട്. പലപ്പോഴും എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM നേതൃത്വത്തിനെതിരെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു നരേറ്റീവ് ഉണ്ട്. ആ നരേറ്റീവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPMന്റെ മന്ത്രിമാരെല്ലാം ഭയങ്കര ആർഭാടത്തിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി 40 വണ്ടികളുടെ അകമ്പടിയോടെ പോകുന്നു. എന്തിനേറെ പറയുന്നത്, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധായകനും മേജറും ഒക്കെ ആയിട്ടുള്ള മേജർ രവിചേട്ടൻ പോലും മുഖ്യമന്ത്രിക്കെതിരെ വളരെ വ്യാജമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് 40 വണ്ടിയുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഒരു മരണ വീട്ടിലേക്ക് കടന്നു വന്നത് എന്നുള്ളൊരു പച്ചക്കള്ളം വരെ ഇവിടെ പറഞ്ഞു പരത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകളുടെ മനസ്സിനുള്ളിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് CPMകാർക്ക് സാധിക്കത്തില്ല. CPMകാർ സ്വാഭാവികമായിട്ടും അതിൻ്റെ സാധാരണ പ്രവർത്തകർ ചിന്തിക്കുന്നത് എന്താണ്, തങ്ങളുടെ സഖാക്കന്മാർ കുറച്ച് അഹങ്കാരികളായിട്ട് മാറിയിരിക്കുന്നു, അപ്പോൾ അവരെ ഒന്ന് താക്കീത് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് തിരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലിന് വേണ്ടിയിട്ട് ഈ CPMന്റെ പല പ്രവർത്തകരും ഇപ്രാവശ്യം വോട്ട് UDFന് അനുകൂലമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് പയ്യന്നൂർ CPMന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്ന് ചിന്തിക്കാനാണ് നമുക്ക് സാധിക്കുമോ? അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ തളിപ്പറമ്പിൽ CPMന്റെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുമോ? പക്ഷേ ഈ രണ്ടിടങ്ങളിലും പാർട്ടി പരാജയപ്പെട്ടു. തൃക്കരിപ്പൂര് പാർട്ടി പരാജയപ്പെടുമെന്ന് കരുതാൻ സാധിക്കുമോ? ഇല്ല. പക്ഷെ അവിടെ പരാജയപ്പെട്ടു. ഈ പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി രാജീവ് പറഞ്ഞിട്ടുള്ള ഈ ഒരു നിസ്സംഗത തന്നെയാണ്. സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന നരേറ്റീവ്, ആ നരേറ്റീവ് അനുസരിച്ചിട്ട് പിണറായി വിജയൻ ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബം ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് എന്നുള്ള രീതിയിലുള്ളൊരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. ആ നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി
വേണ്ടിയിട്ട് മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ, ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് CPM-ന്റെ നേതൃത്വത്തിന് സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേറൊരു ലോകത്തായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം വീണ്ടും അധികാരത്തിലേക്ക് എത്തും CPM. നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്, സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2008 നടന്നിട്ടുള്ള മണ്ഡല പുനഃക്രമീകരണം, ആ മണ്ഡല പുനഃക്രമീകരണം അനുസരിച്ചിട്ട് കൃത്യമായിട്ട് CPM-ന് 60 സീറ്റുകളിൽ വിജയിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ മണ്ഡല പുനഃക്രമീകരണം അന്ന് നടന്നിട്ടുള്ളത്. എന്നാൽ ആ ഒരു കോൺസെപ്റ്റിനെ പോലും മാറ്റിക്കൊണ്ട്, കാരണം ഇപ്പോൾ ഏകദേശം 18 വർഷം കഴിഞ്ഞിരിക്കുന്നു, ഈ 18 വർഷം കഴിയുന്ന സമയത്ത് തലമുറ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ പണ്ടത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സ്ഥിരമായിട്ട് CPM-ന് തന്നെ വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ CPM-ന് തന്നെ വോട്ട് ചെയ്യും, അവരുടെ മക്കൾ CPM-ന് വോട്ട് ചെയ്യും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. ഇന്ന് CPM-കാരൻ്റെ മകൻ ഒരു പക്ഷേ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്തെന്ന് വരും, ഒരുപക്ഷെ BJP-കാർക്ക് വോട്ട് ചെയ്തെന്ന് വരും. അവരുടെ സൗഹൃദങ്ങളും അവരുടെ മാനസിക ചിന്താധാരകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്ന് സൗഹൃദങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാഷ്ട്രീയമായിട്ട് തന്നെ പലരും ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജൻസി യുഗം തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അത് കാണാതെ പോയതാണ് പാർട്ടിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഈ CPM തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ നടക്കുന്ന പ്രോസസ്സ് അത് സുതാര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CPM-ന് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും. മറിച്ചൊരു EVM മാജിക്ക് കേരളത്തിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് പറയാൻ സാധിക്കും. ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ചില ട്രയൽ പരീക്ഷണങ്ങൾ ഇപ്രാവശ്യവും കേരളത്തിൽ നടന്നിട്ടുണ്ട് EVM മെഷീനുമായി ബന്ധപ്പെട്ടിട്ട്. ആരെങ്കിലും കരുതിയിട്ടുണ്ടോ ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ TVK അധികാരത്തിൽ വരുമെന്ന്? TVKയുടെ ഉന്നതാധികാര സമിതിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ ഈ ഇലക്ഷന് മുമ്പും അതിനുശേഷവും സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു 6 or 8 സീറ്റ് ഒരു പക്ഷെ കിട്ടിയേക്കാം, വിജയ് പോലും പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ സമയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വിജയ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നൊരവസ്ഥ. അതുകൂടാതെ വെസ്റ്റ് ബംഗാൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. വെസ്റ്റ് ബംഗാളിലെ പല BJP നേതാക്കന്മാരും പറയുന്നത് എന്താണ്? എന്തിനേറെ പറയുന്നു, K. സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? VD സതീശനോട് പറഞ്ഞ എന്താണ്? RSSനോട് കളിക്കാൻ നിൽക്കേണ്ട. വെസ്റ്റ് ബംഗാളിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ കണ്ടതല്ലേ? കേരളത്തിലും പിണറായി വിജയനും സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ കണ്ടതല്ലേ? എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ആ ഒരു കോൺഫിഡൻസ് എന്താണ്? ഇവരുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, BJPയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ EVM മെഷീൻ തന്നെയാണ്. അതൊരു റിയാലിറ്റി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഏതൊക്കെയാലും പാർട്ടിക്കകത്ത് സംഭവിച്ചിട്ടുള്ള ഈ ഒരു പരാജയം, ഈ പരാജയത്തെ തിരുത്തി തന്നെ പാർട്ടി മുമ്പോട്ട് പോകും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്ന നരേറ്റീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആഡംബര വാഹനങ്ങളിൽ മാത്രം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് എടുത്തു പരിശോധിക്കൂ, പിണറായി വിജയന് വേണ്ടിയിട്ട് വാങ്ങിച്ച വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ, ആ ഹെലികോപ്റ്റർ ഇപ്പോഴെന്തായി? ഇപ്പോഴത് കേരള പോലീസിൻ്റെ ഹെലികോപ്റ്ററായിട്ട് മാറി. കാരണം ഈ നരേറ്റീവിൽ വരുന്ന മാറ്റങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പിണറായി വിജയൻ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? പൈലറ്റ് ഉണ്ടെങ്കിൽ പൈലറ്റ് ഉണ്ട്, മറിച്ച് അദ്ദേഹം സഞ്ചരിക്കുന്ന ഒരു സാധാരണ വണ്ടിയിലാണ് സഞ്ചരിക്കുന്നത്. ഒരു ഇന്നോവ കാറിലാണ് അദ്ദേഹം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൻ്റോൺമെൻറ്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് അത് ഒഴിഞ്ഞു കൊടുക്കാത്തത്? അതിനകത്തും നമ്മൾ ചില കാര്യങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. BJP-യുമായിട്ടുള്ള ചില ഡീലുകൾ, EDയുടെ അന്വേഷണം, കൻ്റോൺമെൻറ്റ് ഹൗസിലേക്ക് EDക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇടിച്ചു കയറാൻ വേണ്ടി സാധിക്കത്തില്ല. അതിനൊരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ചില സെറ്റിൽമെൻറ്റുകൾ ഇപ്പുറത്തുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം നടന്നു വരുന്ന നമ്മൾ കണ്ടിരുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഒരു അംഗരക്ഷകനോടൊപ്പം നടന്നു വരുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടു. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇരിക്കുന്ന KK രാഗേഷിനോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ബസ് കാത്തിരിക്കുന്ന ഒരു പിണറായി വിജയനെ നമ്മൾ കണ്ടു. എന്നാൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ആരോ കൊണ്ട് ഒരു കസേര ഇട്ട് കൊടുത്തു. ആ കസേര ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പോലീസുകാർ കാവൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാവിൻ്റെ ഇരിപ്പ് കണ്ടില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചില്ലേ? അത് ഇവിടെയുള്ള സാധാരണ പ്രവർത്തകർക്ക് അത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരമായിട്ട് ഫീൽ ചെയ്യാതിരിക്കുമോ? അവിടെയാണ് ഒരു നിസ്സംഗത എന്ന് പറയുന്ന ഒരു സംഭവം പാർട്ടി പ്രവർത്തകർക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവൈലബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ആക്സസിബിലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പല നേതാക്കന്മാരെയും പല മന്ത്രിമാരെയും MLA-മാരെയും ഇവർക്ക് ആക്സസിബിൾ ആയിരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പം മുഹമ്മദ് റിയാസ് ഇത്രയും വലിയൊരു കുത്തൊഴുക്ക് കോഴിക്കോട് ജില്ലയിൽ നടന്നിട്ടും നാദാപുരത്തൊക്കെ LDF പരാജയപ്പെടുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ നാദാപുരത്ത് LDF പരാജയപ്പെട്ടു. എന്നിട്ടും എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് അവിടെ നിന്ന് വിജയിച്ചത്? അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് സമ്പർക്കമുണ്ടായിരുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള രീതിയിലേക്ക് മാത്രം ഒതുക്കാൻ ശ്രമിച്ചപ്പോഴും
അദ്ദേഹം ബേപ്പൂരിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. നല്ലൊരു PWD മന്ത്രിയായിരുന്നു അദ്ദേഹം. ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു മന്ത്രിയായിരുന്നു, നല്ലൊരു ജനപ്രതിനിധിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജയിച്ചു കയറി പോന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോന്നി MLA ആയിട്ടുള്ള ജനീഷ് കുമാർ, ഈ ജനീഷ് കുമാർ വിജയിച്ച് കയറി പോകുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് അവിടെയുള്ള ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. പത്തനംതിട്ട ജില്ലയിലെ 4 സീറ്റുകളും UDFിലേക്ക് മറിഞ്ഞ സമയത്ത്, അതും വലിയ ഭൂരിപക്ഷത്തിൽ UDFിലേക്ക് മറിഞ്ഞ സമയത്തും കോന്നി പിടിച്ചു നിൽക്കാൻ വേണ്ടി ജനീഷ് കുമാറിന് സാധിച്ചില്ലേ? അതെന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിന് അവിടെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. തൃശ്ശൂർ ജില്ലയിൽ CPM എന്തെങ്കിലും തരത്തിലുള്ള അപകടം പറ്റിയോ? ഇല്ല, പറ്റിയിട്ടില്ല. അവിടെ പിടിച്ചു നിന്നു. എന്തിനേറെ പറയുന്നു, ഈ പറയുന്ന സഖാവ് P രാജീവ് സ്വയം വിമർശനങ്ങളൊക്കെ നടത്തുന്ന സമയത്തും കളമശ്ശേരിയിലുള്ള ആളുകൾ 2021 അദ്ദേഹത്തോട് അടുത്ത അതേ ഘടകങ്ങൾ തന്നെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹവും ലഭ്യമല്ലായിരുന്നു. പല ആളുകളും ഫോണിൽ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം അവൈലബിൾ അല്ലായിരുന്നു. അത് അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വയം തിരുത്തി മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. CPMനകത്ത് നേതൃദാരിദ്ര്യമൊന്നുമില്ല. ഇപ്പോൾ KN ബാലഗോപാൽ, അദ്ദേഹത്തിന്റെ നിയമസഭയ്ക്കകത്തെ പെർഫോമൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ G സുധാകരനെ പോലെയുള്ള ഒരു വന്ധ്യവയോധികൻ പറഞ്ഞതൊന്നും അല്ല സത്യം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിളി പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾക്കെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് മറിച്ച് ഇപ്രാവശ്യം ഭരണപക്ഷത്തിന് ചുട്ട മറുപടി കൊടുക്കുന്ന ഒരു പിണറായി വിജയനെയാണ് നമ്മൾ നിയമസഭയ്ക്കകത്ത് കണ്ടത്. അപ്പോൾ കൃത്യമായൊരു പ്രതിപക്ഷ നേതൃത്വമുണ്ട്. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, പിണറായി വിജയൻ എന്നല്ലാതെ മറ്റാരും CPMന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ഇല്ലേ എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പരാജയപ്പെട്ടിട്ട് ഇന്നേവരെ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ടില്ല. ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നിട്ടാണ് ധർമ്മടത്ത് മത്സരിക്കുകയും പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയൊക്കെ ചെയ്തത്. എന്നാൽ VS അച്യുതാനന്ദൻ ആദ്യം പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഇദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാതിരുന്നു കഴിഞ്ഞാൽ വലത് ഹാൻഡിലുകളിൽ അല്ലെങ്കിൽ UDFും NDAയും ഉയർത്താൻ പോകുന്ന ആരോപണം എന്താണ്? അധികാരത്തിലിരിക്കുന്ന സമയത്ത് മാത്രം ഇദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തയ്യാറാകുന്നില്ല. ഇദ്ദേഹം ഒരു ഭീരുവാണ് എന്ന നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെടത്തില്ലേ? ഇപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇവിടെ ആക്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. KN ബാലഗോപാലിനെ പോലുള്ള ചെറുപ്പക്കാർ, MP രാജേഷിനെ പോലുള്ള ആളുകൾ, P രാജീവിനെ പോലെയുള്ള നേതാക്കന്മാർ, ഇതൊക്കെ പാർട്ടിക്കൊരു അസറ്റല്ലേ? എത്രയോ നല്ല നേതാക്കന്മാർ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് TV രാജേഷ്, കണ്ണൂരിൽ നിന്നുള്ള TV രാജേഷ്, ഇങ്ങനെയുള്ള എത്രയെത്ര നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട്. VN വാസവൻ എന്താ മോശക്കാരനാണോ? കടകംപള്ളി സുരേന്ദ്രൻ എന്താ മോശക്കാരനാണോ? അങ്ങനെ എത്രയെത്ര സഖാക്കന്മാർ. ശിവൻകുട്ടിക്ക് പ്രായത്തിൻ്റെതും ആരോഗ്യത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മോശമാണോ? M സ്വരാജ് മോശക്കാരനാണോ? CPMനെ സംബന്ധിച്ചിട്ട് CPMനകത്ത് വലിയൊരു നേതൃത്വം ഉണ്ട്. CPM തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. EVMലൂടെ മാജിക്ക് നടക്കാതിരുന്നു കഴിഞ്ഞാൽ, ഇലക്ഷൻ സുതാര്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ കേരളത്തിൽ CPM തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ സ്വയം വിമർശനങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ.